നമസ്കാരം, ഞാൻ റജിമോൻ ഡേവിഡ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം. ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ മോഹൻ രാകേഷിൻ്റെ യാത്രാ വിവരണത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ദിശാഹീൻ ദിശ. ഈ പാഠവുമായി ബന്ധപ്പെട്ട് 4 വർക്ക്ഷീറ്റുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. മറ്റു പാഠങ്ങളുടെ വർക്ക്ഷീറ്റുകൾക്കായി നിങ്ങൾ ഈ ചാനൽ പ്രയോജനപ്പെടുത്തുക. ആദ്യം നമുക്ക് ഇതിൻ്റെ സാരാംശം ഒന്ന് പരിചയപ്പെടാം. ദിശാഹീൻ ദിശ സാരാംശ്. ഹിന്ദി के महान साहित्यकार മോഹൻ രാകേഷ് का യാത്രാവൃത്ത്. ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ മോഹൻ രാകേഷിൻ്റെ യാത്രാ വിവരണമാണ്. ലേഖക് को यात्रा करने को बड़ा शौक है. ലേഖകന് യാത്ര ചെയ്യുന്നതിന് വളരെ താല്പര്യമാണ്. यात्रा के लिए आवश्यक पैसा नहीं है तो भी एक लंबी यात्रा करने का निश्चय करते हैं. യാത്രയ്ക്ക് ആവശ്യമായ പൈസ ഒന്നുമില്ല എങ്കിൽ പോലും ദീർഘദൂരം യാത്ര ചെയ്യുന്നതിന് അദ്ദേഹം നിശ്ചയിക്കുന്നു. कहाँ से होकर यात्रा करें वे इस कार्य पर असमंजस में पड़े रहे. എവിടെ നിന്ന് യാത്ര തുടങ്ങും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ആശയക്കുഴപ്പത്തിൽ ആയി. അസമഞ്ജസ് എന്നുള്ളതിൻ്റെ അർത്ഥം ആശയക്കുഴപ്പം. बाद में निश्चय करते हैं कि मुंबई से होकर गोवा चलेंगे और अंतिम पड़ाव कन्याकुमारी हो. അവസാനം അദ്ദേഹം തീരുമാനിക്കുന്നു മുംബൈ അഥവാ ബോംബെയിൽ നിന്ന് ആരംഭിച്ച് ഗോവ വഴി അവസാന താവളം കന്യാകുമാരി ആകട്ടെ. അന്തിം പടാവ് അവസാന താവളം. പടാവ് എന്നുള്ളതിൻ്റെ അർത്ഥം താവളം. 1952 दिसंबर 25 को रेल से यात्रा करते हैं. 1952 ഡിസംബർ 25 ട്രെയിൻ മാർഗം അദ്ദേഹം യാത്ര ചെയ്യുന്നു. ഭോപ്പാൽ സ്റ്റേഷൻ पर एक मित्र अविनाश से मिलते हैं. ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തൻ്റെ ഒരു സുഹൃത്തായ അവിനാഷിനെ കാണുന്നു. അവർ ഉൻകെ സാത്ത് ഏക് ദിൻ രഹന പഡ്താ ഹൈ. അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം താമസിക്കേണ്ടതായി വരുന്നു. രാത് കോ അവിനാഷ് കെ സാത്ത് ഭോപ്പാൽ ജയിൽ കി സൈർ കർത്തെ ഹൈ. രാത്രിയിൽ അവിനാഷിനോടൊപ്പം ഭോപ്പാൽ തടാകത്തിൽ ചുറ്റിക്കറങ്ങുന്നു. വേ ബൂഢാ മല്ലാഹ് അബ്ദുൽ ജബ്ബാർ കെ ഗസൽ ഗായൻ പർ തല്ലീൻ ഹോത്തെ ഹൈ. അവർ വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാറിൻ്റെ ഗസൽ ഗാനത്തിൽ വളരെയധികം ലയിച്ചു പോകുന്നു. തല്ലീൻ ഹോന എന്ന് വെച്ചാൽ മുഴുകിയിരിക്കുക അല്ലെങ്കിൽ ലയിച്ച് പോകുക എന്നാണ് അർത്ഥം. ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യം 1, ദിശാഹീൻ ദിശ കേസി രചന ഹെ. ഉത്തരം യാത്രാവൃത്ത്. രണ്ടാമത്തെ ചോദ്യം യാത്രാവൃത്ത് യാത്രാ വിവരണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാവലോഗ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം ക്യാ ഏക് യാത്ര करने में पूर्व तैयारियों की आवश्यकता है. അതായത് ഒരു യാത്ര ചെയ്യുന്നതിന് വേണ്ടി മുൻ തയ്യാറെടുപ്പുകൾ ആവശ്യമാണോ? ഉത്തരം ഏക് യാത്ര करने में पूर्व तैयारियां जरूर करना है. ഒരു യാത്ര ചെയ്യുന്നതിന് മുൻ തയ്യാറെടുപ്പുകൾ തീർച്ചയായിട്ടും ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം നിമ്നലിഖിത് ശബ്ദോं से സർവനാം और വിഭക്തി അലഗ് करके लिखें. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകളിൽ നിന്ന് പ്രോനൗണും പ്രിപ്പോസിഷനും വേർതിരിച്ചെഴുതുക. കാ, ഉസ്നെ, ഘ, ജിസ്സെ 2 ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേതിൻ്റെ ഉത്തരം വഹ് പ്ലസ് നേ ഉസ്നെ. രണ്ടാമത്തേത് ജോ പ്ലസ് സേ ജിസ്സെ. നാലാമത്തെ ചോദ്യം നിമ്നലിഖിത് ശബ്ദ് ഉചിത് സ്ഥാൻ പർ രഖ്കർ സഹി വാക്യ ബനായെ. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ഉചിതമായ സ്ഥാനത്ത് ചേർത്ത് ശരിയായ വാക്യം ഉണ്ടാക്കുക. ചോദ്യം ജഗഹേ മേരെ ലിയേ थीम अपरिचित सभी. ഉത്തരം മേരെ ലിയേ സഭി ജഗഹേ അപരിചിത് थीम. അഞ്ചാമത്തെ ചോദ്യം നമൂനെ के अनुसार वाक्य बदलकर लिखें. मैं एक लंबी यात्रा करूँगा. ഇത് സാമാന്യ ഭവിഷ്യകാൽ അല്ലെങ്കിൽ
സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ളതായ ഒരു സെൻറ്റൻസ് ആണ്. അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് മേ ഏക് ലംബി യാത്ര കരൂം. ഇത് ഡൗട്ട്ഫുൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ സംഭാവ്യ ഭാവി കാലത്തിലുള്ള വാക്യമാക്കി മാറ്റിയിരിക്കുന്നു. ഇതുപോലെ മേ സീധേ കന്യാകുമാരി ജാവുങ്ക എന്നുള്ള സാമാന്യ ഭാവികാല രൂപത്തെ സംഭാവ്യ ഭാവികാല രൂപത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറ്റണം. ഉത്തരം ഇവിടെ ചുവന്ന നിറത്തിൽ കൊടുത്തിരിക്കുന്നു. മേ സീധേ കന്യാകുമാരി ജാവൂം. ആറാമത്തെ ചോദ്യം, ദിശാഹിൻ ദിശ യാത്രാവൃത്ത് के आधार पर मोहन राकेश अपने एक मित्र को पत्र लिखता है. ദിശാഹിൻ ദിശ എന്ന യാത്രാവിവരണത്തെ അടിസ്ഥാനമാക്കി മോഹൻ രാകേഷ് തൻ്റെ കൂട്ടുകാരന് ഒരു കത്തെഴുതുന്നു. മോഹൻ രാകേഷ് കാ വഹ് പത്ര കൽപ്പന കർക്കെ ലിഖി. മോഹൻ രാകേഷിൻ്റെ ആ കത്ത് സങ്കല്പിച്ച് എഴുതുക. കൽപ്പന കർക്കെ എന്നുള്ളതിൻ്റെ അർത്ഥം സങ്കല്പിച്ച് എഴുതുക. ദിശാഹിൻ ദിശ എന്നുള്ളതിൻ്റെ അർത്ഥം ലക്ഷ്യമില്ലാത്ത യാത്ര എന്നാണ്. ഉത്തരം അമൃത്സർ താരീഖ്. പ്രിയ മിത്ര, തും കേസേ ഹോ? ദഫ്തർ കാ കാം കേസേ ചൽ രഹാ ഹേ? സ്ഥലം ഇവിടെ കൊടുത്തിരിക്കുന്നു, അമൃത്സർ, താരീഖ് തീയതി. പ്രിയ കൂട്ടുകാരാ, നിനക്ക് സുഖമാണോ? ഓഫീസിലെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? മേ ഏക് വിശേഷ് ബാത് തുംസെ ബത്താനെ കെ ലിയേ പത്ര ലിഖ് രഹാ ഹൂം. ഞാനൊരു പ്രത്യേക കാര്യം നിന്നോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. തും ജാൻതേ ഹോ കി മുझे യാത്ര ബഹുത് പസന്ത് ഹേ. നിനക്കറിയാമല്ലോ എനിക്ക് യാത്ര വളരെ ഇഷ്ടമാണെന്ന്. മേ പൂർവ്വ നിശ്ചയിക്ക് ബിനാ ഹി കന്യാകുമാരി യാത്ര കെ ലിയേ നിക്ല. ഞാൻ മുൻ നിശ്ചയപ്രകാരമല്ലാതെ തന്നെ കന്യാകുമാരിയിലേക്ക് പോകാൻ തുടങ്ങി. മുംബൈ സേ ഹോക്കർ ഗോവ ഫിർ കന്യാകുമാരി യഹി മേരാ ലക്ഷ്യ ഥാ. മുംബൈ വഴി ഗോവ, അവിടെ നിന്ന് കന്യാകുമാരി. യഹി മേരാ ലക്ഷ്യ ഥാ. ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. മേരി യാത്ര റെയിൽ ഗാഡി സേ ഥി. എൻ്റെ യാത്ര ട്രെയിനിലായിരുന്നു. ഭോപ്പാൽ സ്റ്റേഷൻ പർ ഏക് മിത്ര അവിനാഷ് സേ മില. ഭോപ്പാൽ സ്റ്റേഷനിൽ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരനായ അവിനാഷിനെ കണ്ടു. വ മുझे ജബർദസ്തി സേ അപ്നാ ഘർ ലേ ഗയ. അവൻ നിർബന്ധപൂർവം അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജബർദസ്തി, നിർബന്ധപൂർവം. हम रात को 11 बजे भोपाल ताल में नाव की सैर करने गए. ഞങ്ങൾ രാത്രി 11 മണിക്ക് ഭോപ്പാൽ ലേക്കിൽ അഥവാ തടാകത്തിൽ വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി പോയി. നാവ് എന്നുള്ളതിൻ്റെ അർത്ഥം വള്ളം. വഹാക ബൂഢ മല്ലാഖ് അബ്ദുൽ ജബ്ബാർ കെ ബാരെ മേ ക്യാ ബത്താനാ ഹേ. അവിടുത്തെ വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാറിനെ കുറിച്ച് എന്തു പറയാൻ? വഹേ അച്ഛ ഗസൽ ഗായക് ഹേ. അയാൾ ഒരു നല്ല ഗസൽ ഗായകനാണ്. അബ്ദുൽ ജബ്ബാറിനെ ഹമാരിലെ 3 ഗസൽ ഗായി. അബ്ദുൽ ജബ്ബാർ ഞങ്ങൾക്ക് വേണ്ടി 3 ഗസലുകൾ പാടി. ഫിർ അവിനാഷ് കെ നിർദ്ദേശാനുസാർ മിർസ ഗാലിബ് കാ ഏക് ഗസൽ ബി ഗായ. പിന്നീട് അവിനാഷിൻ്റെ നിർദ്ദേശാനുസരണം മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ പാടി. നിങ്ങൾ 9ാം സ്റ്റാൻഡേർഡിൽ മിർസ ഗാലിബിനെ കുറിച്ച് ജിസ് ഗലി മേ മേ റഹ്താ ഹൂം എന്ന ഒരു ഡയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യഹ് രാത് മേ ഭൂൽ നഹി സക്ക. ഈ രാത്രി എനിക്ക് മറക്കാൻ കഴിയില്ല. സമയം മിൽനെ പർ തും ഭി ഇസ് സ്ഥൽ കി സൈർ കർനെ കെ ലിയേ ജാവോ. സമയം കിട്ടുമ്പോൾ നീയും ഈ തടാകത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി പോകൂ. തുമാരെ ഘർ വാലോം കോ മേരാ നമസ്കാർ, ബച്ചോം കോ മേരാ പ്യാർ. നിന്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം, കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്നേഹ അന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേം ഹസ്താക്ഷർ മോഹൻ രാകേഷ്. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ മോഹൻ രാകേഷ്. സേവാമേ നാം പത്ത. ടു നെയിം അഡ്രസ്. 7ാമത്തെ ചോദ്യം, ഹം ലോഗ് ഏക് ലംബി യാത്ര കർനെ കെ ലിയേ ക്യാ ക്യാ തയ്യാറിയാ കരേംഗെ. നമ്മൾ ഒരു ദീർഘയാത്ര ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തും? ഉത്തരം पहले ही हम तय करना है कि निश्चित स्थान में रेलगाड़ी से यात्रा करना है, अन्य गाड़ियों से या अपनी गाड़ी में. ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. തൈ കർണ നിശ്ചയിക്കുക, തീരുമാനിക്കുക. നിശ്ചിത് സ്ഥാൻമേ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണമോ, മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യണമോ, അതോ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യണമോ?
रेलगाड़ी से यात्रा करना है तो हम टिക്കറ്റ് റിസർവ് करेंगे. നമ്മൾ ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്യും. अपनी गाड़ी लेकर जाना है तो गाड़ी लंबी यात्रा के लिए पक्की है ये चेक करेंगे. സ്വന്തം വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ വാഹനം ദീർഘയാത്രയ്ക്ക് പാകമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആവശ്യക് ഈന്ധൻ ഭർക്കർ രखेंगे. ആവശ്യമായ ഇന്ധനം നിറച്ച് വയ്ക്കും. ആവശ്യക് കപ്പടെ ലേക്കർ ബാഗ് മേ രखेंगे. ആവശ്യമായ വസ്ത്രങ്ങൾ എടുത്ത് ബാഗിൽ വയ്ക്കും. ठंड का मौसम है तो ऊनी कपड़े भी साथ लेंगे. തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ വൂളൻ ക്ലോത്ത്സ് കമ്പിളി വസ്ത്രങ്ങൾ ഒപ്പം കരുതും. ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, തൗലിയ ആദി ലേങ്കെ. ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, തോർത്ത് മുതലായവ എടുക്കും. कोई बीमारी के लिए दवाइयाँ खाने वाले हैं तो साथ लेंगे. ഏതെങ്കിലും രോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നവരാണ് എങ്കിൽ ആ മരുന്നുകൾ ഒപ്പം കരുതും. सिरदर्द, जुकाम, बुखार, अतिसार, वमन आदि के लिए आवश्यक दवाइयाँ भी लेंगे. ഒരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് തലവേദനയോ ജലദോഷമോ പനിയോ വയറിളക്കമോ ഛർദിയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആവശ്യമായ മരുന്നുകളും കരുതും. ഖാന സ്വയം പക്കാനെ കാ ഇരാദ ഹൈ तो ഗ്യാസ്, സ്റ്റൗ, പക്കാനെ की वस्तुएं आदि भी लेंगे. ഭക്ഷണം സ്വയം പാകം ചെയ്യാനാണ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ഇരാദ നിശ്ചയം, പക്ക ഖാന പക്കാന ഭക്ഷണം പാകം ചെയ്യുക. ഗ്യാസ് അതുപോലെ തന്നെ സ്റ്റൗ ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായ വസ്തുക്കൾ ഇവയെല്ലാം കരുതും. എട്ടാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് और അവിനാശ് ഭോപ്പാൽ താൽ में सैर करने के लिए आते हैं. മോഹൻ രാകേഷും അവിനാശും ഭോപ്പാൽ തടാകത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി വന്നു. अविनाश और मल्लाह अब्दुल जब्बार के बीच होने वाला वार्तालाप कल्पना करके लिखी. അവിനാശും തോണിക്കാരനായ അബ്ദുൽ ജബ്ബാറും തമ്മിലുള്ള കോൺവെർസേഷൻ അഥവാ സംഭാഷണം സങ്കല്പിച്ച് എഴുതുക. ഉത്തരം അബ്ദുൽ ജബ്ബാർ, നമസ്തേ ജി മേ ആപ്കെ ലിയേ ക്യാ കरूं. നമസ്കാരം സർ, ഞാൻ താങ്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം. അവിനാശ്, हमको इस थाल में कुछ समय सैर करना है. ഞങ്ങൾക്ക് ഈ തടാകത്തിൽ കുറച്ച് സമയം ചുറ്റിക്കറങ്ങണം. അബ്ദുൽ ജബ്ബാർ, ജറൂർ കരൂംഗാ ജി, യഹി മേരാ കാം ഹെ നാ. തീർച്ചയായും ചെയ്യാം സാർ, അതല്ലേ എൻ്റെ ജോലി. അവിനാശ്, ഈ സുന്ദർ വാതാവरण में कोई गा सके तो कितना अच्छा होता. ഈ മനോഹരമായ ചുറ്റുപാടിൽ ആർക്കെങ്കിലും പാടാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അബ്ദുൽ ജബ്ബാർ, മാഫ് കീജിയെ ജി, മേ ഗാ നഹീ സക്ത. ക്ഷമിക്കണം സാർ, എനിക്ക് പാടാൻ സാധിക്കില്ല. മേ ഏക് ബാത് ബതാഊ, ഞാനൊരു കാര്യം പറയട്ടെ. അവിനാശ്, ക്യാ ഹേ, എന്താണ്. അബ്ദുൽ ജബ്ബാർ, ആപ് ചാഹേ തോ തരന്നും കെ സാത്ത് കുച്ച് ഗസൽ പേഷ് കരൂംഗ. താങ്കൾ ആഗ്രഹിക്കുന്നു എങ്കിൽ വളരെ ഈണത്തിൽ, തരന്നും ഈണത്തിൽ ഞാൻ കുറച്ച് ഗസലുകൾ അവതരിപ്പിക്കാം. അവിനാശ്, ജറൂർ പേഷ് കരോ, തീർച്ചയായും അവതരിപ്പിക്കൂ. അബ്ദുൽ ജബ്ബാർ ഗസൽ പേഷ് കർ രഹാ ഹെ. അബ്ദുൽ ജബ്ബാർ ഗസൽ അവതരിപ്പിക്കുന്നു. മോഹൻ രാകേഷ് और അവിനാശ് ആസ്വാദൻ കർ രഹേ ഹെ. മോഹൻ രാകേഷും അവിനാശും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. അവിനാശ്, തും അച്ഛി തര ഗസൽ ഗാ രഹേ ഹോ. നിങ്ങൾ നന്നായി ഗസൽ പാടുന്നുണ്ടല്ലോ. മിർസ ഗാലിബ് കാ കോയി ഗസൽ യാദ് ഹേ തോ പേഷ് കരോ. മിർസ ഗാലിബിൻ്റെ ഏതെങ്കിലും ഗസൽ ഓർമ്മയുണ്ടെങ്കിൽ അവതരിപ്പിക്കൂ. അബ്ദുൽ ജബ്ബാർ, ജി ജറൂർ, മേ മിർസ ഗാലിബ് കാ ഗസൽ ഭി ഗാഊംഗ. തീർച്ചയായും സാർ, ഞാൻ മിർസ ഗാലിബിൻ്റെ ഗസലും പാടും. ഒൻപതാമത്തെ ചോദ്യം, സഹി മിലാൻ കറി, ചേരുംപടി ചേർക്കുക. ചോദ്യം, घर में चलते समय मन में पहले सोचा मेरे लिए सभी जगहें अपरिचित थी और रात को 11 के बाद. वलद भागत कि सीधे कन्याकुमारी चला जाओ. हम लोग घूमने निकले, यात्रा की कोई रूपरेखा नहीं थी, इसलिए मुझे सभी में आकर्षण था. उत्तरम, घर में चलते समय मन में यात्रा की कोई रूपरेखा नहीं थी. വീട്ടിൽ നടക്കുന്നതായ സമയം മനസ്സിൽ യാത്രയുടേതായ യാതൊരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. പേലെ സോച്ച കി സീധേ കന്യാകുമാരി ചലാ ജാओ. ആദ്യം ചിന്തിച്ചു നേരെ കന്യാകുമാരിയിലേക്ക് പോയേക്കാം. मेरे लिए सभी जगहें अपरिचित थी, इसलिए मुझे सभी में आकर्षण था. എന്നെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളും
പരിചയമില്ലാത്തതായിരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും എനിക്ക് ആകർഷണം ഉണ്ടായിരുന്നു. രാത് കോ 11 के बाद हम लोग घूमने निकले. രാത്രി 11 മണിക്ക് ശേഷം ഞങ്ങൾ ചുറ്റിക്കറങ്ങുന്നതിനായി പുറപ്പെട്ടു. 10ാമത്തെ ചോദ്യം, कोष्टक से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് വാക്യ പിരമിഡ് പൂർത്തീകരിക്കുക. ബ്രാക്കറ്റിൽ സമുദ്ര തട്സേ മേനെ സോച്ച കി. സമുദ്രതീരത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചത് എന്തെന്നാൽ യാത്ര കരുങ്ക ലംബി യാത്ര കരുങ്ക. യാത്ര ചെയ്യും, ദീർഘയാത്ര ചെയ്യും. ഉത്തരം 2 രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നാമത്തെ മോഡൽ യാത്ര കരുങ്ക ലംബി യാത്ര കരുങ്ക സമുദ്ര തട്ട് സേ ലംബി യാത്ര കരുങ്ക മേനെ സോച്ച കി സമുദ്ര തട്ട് സേ ലംബി യാത്ര കരുങ്ക. രണ്ടാമത്തെ മോഡൽ യാത്ര കരുങ്ക ലംബി യാത്ര കരുങ്ക മേനെ സോച്ച കി ലംബി യാത്ര കരുങ്ക മേനെ സോച്ച കി സമുദ്ര തട്ട് സേ ലംബി യാത്ര കരുങ്ക. രണ്ടാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ദിശാഹീൻ ദിശ കിസ്കി രചന ഹെ. ദിശാഹീൻ ദിശ എന്നുള്ളത് ആരുടെ രചനയാണ്? ഉത്തരം മോഹൻ രാകേഷ് കി. രണ്ടാമത്തെ ചോദ്യം, നിമ്നലിഖിത് ശബ്ദോ സേ സർവനാം और വിഭക്തി അലഗ് കർക്കെ ലിഖിए. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകളിൽ നിന്ന് പ്രോനൗണും പ്രിപ്പോസിഷനും വേർതിരിച്ചെഴുതുക. ക മുജെ, ഖ ഉസ്കി. ഉത്തരം മേ പ്ലസ് കോ, മുജ്കോ യാ മുജെ. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഘ വ പ്ലസ് കി ഉസ്കി. മൂന്നാമത്തെ ചോദ്യം, നിമ്നലിഖിത് ശബ്ദ ഉചിത് സ്ഥാൻ पर रखकर സഹി വാക്യ ബനായി. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ ശരിയായ സ്ഥാനത്ത് ചേർത്ത് ശരിയായ വാക്യം ഉണ്ടാക്കുക. ചോദ്യം, കന്യാകുമാരി ഖ യാത്ര മേരി ഹോ പടാവ് അന്തിം. ഉത്തരം മേരി യാത്ര കാ അന്തിം പടാവ് കന്യാകുമാരി ഹോ. എൻ്റെ യാത്രയുടെ അവസാന താവളം കന്യാകുമാരി ആകട്ടെ. നാലാമത്തെ ചോദ്യം, നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. മേ ബംബൈ തക്ക് യാത്ര കറൂം. ഇത് സംഭാവ്യ ഭാവികാലത്തിലുള്ള വാക്യമാണ്. അതിനെ സാമാന്യ ഭാവികാലത്തിലുള്ള വാക്യമാക്കി മാറ്റിയിരിക്കുന്നു. മേ ബംബൈ തക്ക് യാത്ര കറൂങ്ക. ഞാൻ ബോംബെ വരെ യാത്ര ചെയ്യും. മേ ശാം കോ ലൗട്ട് ഹോം. ഇതിനെയാണ് നമ്മൾ സാമാന്യ ഭാവികാലത്തിലേക്ക് മാറ്റേണ്ടത്. ഉത്തരം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ചുവന്ന നിറത്തിൽ മേ ശാം കോ ലൗട്ട് ഹോങ്ക. അഞ്ചാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് കന്യാകുമാരി യാത്രയ്ക്ക് ലിയെ നിക്കലി. മോഹൻ രാകേഷ് കന്യാകുമാരി യാത്രയ്ക്കായി പുറപ്പെട്ടു. യാത്രയ്ക്ക് ബീച്ച് മേ മിത്ര അവിനാശ് സേ മില. യാത്രയ്ക്കിടയിൽ കൂട്ടുകാരനായ അവിനാശിനെ കണ്ടു. സേ മിൽന എന്നുള്ളതിൻ്റെ അർത്ഥം കണ്ടുമുട്ടുക അല്ലെങ്കിൽ കാണുക. മോഹൻ രാകേഷ് കി ഉസ് ദിൻ കി ഡയറി തയ്യാർ കരി. മോഹൻ രാകേഷിൻ്റെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് കൊയ് പൂർവ്വ തയ്യാറി കെ ബിന ഏക് യാത്ര കർണേ കാ നിശ്ചയ കിയ. ഇന്ന് പ്രത്യേക മുൻ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ തന്നെ ഒരു യാത്ര ചെയ്യാനായിട്ട് നിശ്ചയിച്ചു. മുംബൈ സെ ഹോക്കർ ഗോവ ഫിർ കന്യാകുമാരി. ബോംബെ വഴിയായി അല്ലെങ്കിൽ മുംബൈ വഴിയായി മുംബൈയിൽ നിന്ന് ഗോവ, അതിനുശേഷം കന്യാകുമാരി. സവേരെ സേ ഹി റെയിൽ ഗാഡി സെ യാത്ര ശുരു കി. രാവിലെ തന്നെ ട്രെയിനിൽ യാത്ര ആരംഭിച്ചു. ഭോപ്പാൽ സ്റ്റേഷൻ पर മിത്ര അവിനാശ് സേ മില. ഭോപ്പാൽ സ്റ്റേഷനിൽ വെച്ച് കൂട്ടുകാരനായ അവിനാശിനെ കണ്ടു. വ മുझे ജബർദസ്തി സെ ഭോപ്പാൽ में एक दिन ठहरने के लिए ले गया. അവൻ എന്നെ നിർബന്ധപൂർവം ഭോപ്പാലിൽ ഒരു ദിവസം താമസിക്കുന്നതിനായി കൊണ്ടുപോയി. रात को 11 बजे हम भोपाल ताल में नाव की सैर करने गए. രാത്രി 11 മണിക്ക് ഞങ്ങൾ ഭോപ്പാൽ ലേക്കിൽ വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി പോയി. നാവ് കാ മല്ലാഹ് ബൂഢ അബ്ദുൽ ജബ്ബാർ ഥ. തോണിക്കാരൻ വൃദ്ധനായ അബ്ദുൽ ജബ്ബാർ ആയിരുന്നു. സൈർ കെ ബീച്ച് മേ അബ്ദുൽ ജബ്ബാർ ने हमारे लिए 3 ഗസൽ ഗായി. ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ അബ്ദുൽ ജബ്ബാർ ഞങ്ങൾക്ക് വേണ്ടി 3 ഗസലുകൾ പാടി. इससे आकृष्ट होकर अविनाश ने उससे मिर्जा गालिब का एक गजल पेश करने को कहा. ഇതിൽ ആകൃഷ്ടനായി അവിനാശ്
തോണിക്കാരനോട് മിർസ ഗാലിബിന്റെ ഒരു ഗസൽ അവതരിപ്പിക്കുന്നതിനായി പറഞ്ഞു. ഗാലിബ് കാ ഏക് ഗസൽ ഭി ഉസ്നെ സുരീലി ആവാസ് സേ ഗായ. മിർസ ഗാലിബിന്റെ ഒരു ഗസലും വളരെ മധുരമായ ശബ്ദത്തിൽ പാടി. കൽ സബേരെ ഹി ഉഠ്കർ കന്യാകുമാരിക്ക് ഒരു യാത്ര കർണാഹി. നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്യണം. ആജ് കാ ദിൻ മേ കഭി നഹി ഭൂലൂങ്ക. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ആറാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് ഓർ അവിനാശ് ഭോപ്പാൽ താൽമേ സൈർ കർത്തേ ഹെ. മോഹൻ രാകേഷും അവിനാശും ഭോപ്പാൽ തടാകത്തിൽ കൂടി ചുറ്റി സഞ്ചരിക്കുന്നു. इसके बारे में अविनाश एक मित्र को पत्र लिखता है. ഇതിനെ സംബന്ധിച്ച് അവിനാശ് ഒരു കൂട്ടുകാരന് കത്തെഴുതുന്നു. അവിനാശ് का वह पत्र तैयार करें. അവിനാശിന്റെ ആ കത്ത് തയ്യാറാക്കുക. ഉത്തരം ഭോപ്പാൽ താരീഖ്. ഭോപ്പാൽ തീയതി. പ്രിയ മിത്ര തും कैसे हो? मैं यहाँ कुशल से हूँ. പ്രിയ കൂട്ടുകാരാ, നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖമാണ്. मैं एक विशेष बात तुमसे बताने के लिए पत्र लिख रहा हूँ. ഞാൻ ഒരു പ്രത്യേക കാര്യം നിന്നോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. तुम जानते हो कि സാഹിത്യകാർ മോഹൻ രാകേഷ് ജി മേരാ മിത്ര ഹെ. നിനക്കറിയാമല്ലോ, സാഹിത്യകാരനായ മോഹൻ രാകേഷ് എൻ്റെ കൂട്ടുകാരനാണ്. कन्याकुमारी यात्रा के बीच में मोहन राकेश जी को मैंने जबरदस्ती से यहाँ उतरने के लिए कहा. കന്യാകുമാരി യാത്രക്കിടയിൽ മോഹൻ രാകേഷ് സാറിനോട് ഞാൻ നിർബന്ധപൂർവം ഇവിടെ ഇറങ്ങുന്നതിനായി പറഞ്ഞു. ഹം ദോനോ രാത് 11 ബജെ ഭോപ്പാൽ താൽക്കി സൈർ करने के लिए. ഞങ്ങൾ രണ്ടുപേരും രാത്രി 11 മണിക്ക് ഭോപ്പാൽ ലേക്കിലൂടെ ചുറ്റിക്കറങ്ങുന്നതിനായി പോയി. വഹാ ഏക് ബൂഢ മല്ല ഹേ, വഹ് മേരാ പരിചിത് ഹേ, ഉസ്കാ നാം അബ്ദുൽ ജബ്ബാർ ഹേ. അവിടെ വൃദ്ധനായ ഒരു തോണിക്കാരനുണ്ട്. അയാൾ എൻ്റെ പരിചയക്കാരനാണ്. അയാളുടെ പേര് അബ്ദുൽ ജബ്ബാർ എന്നാണ്. अब्दुल जब्बार की नाव में सैर करते समय इस सुंदर वातावरण में मेरी इच्छा के अनुसार अब्दुल जब्बार ने हमारे लिए 3 गजल गाए. അബ്ദുൽ ജബ്ബാറിൻ്റെ വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ എൻ്റെ താല്പര്യമനുസരിച്ച് അബ്ദുൽ ജബ്ബാർ ഞങ്ങൾക്ക് വേണ്ടി 3 ഗസലുകൾ പാടി. फिर मेरे निर्देशानुसार मिर्जा गालिब का एक गजल भी गाया. പിന്നീട് എൻ്റെ നിർദ്ദേശാനുസരണം മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ കൂടി പാടി. ബഡി സർദി थी, ഭയങ്കര തണുപ്പായിരുന്നു. വഹ് സിർഫ് ഏക് തഹമത് ഹി ലഗായ ഥാ. അയാളൊരു ലുങ്കി മാത്രമാണ് ഉടുത്തിരുന്നത്. തഹമത് എന്നുള്ളതിൻ്റെ അർത്ഥം ലുങ്കി. मैंने उसको अपना कोट उतार कर दिया. ഞാൻ അയാൾക്ക് എൻ്റെ കോട്ട് അഴിച്ച് നൽകി. यह रात में भूल नहीं सका. ഈ രാത്രി എനിക്ക് മറക്കാൻ കഴിയില്ല. സമയം മിൽനെ പർ തും ഭി ഇസ് സാൽ കി സൈർ കർനെ കെ ലിയെ ആവോ. സമയം കിട്ടുമ്പോൾ നീയും ഈ ലേക്കിൽ ചുറ്റിക്കറങ്ങുന്നതിനായി വരൂ. തുമാരെ ഘർവാലോം കോ മേരാ നമസ്കാർ, ബച്ചോം കോ മേരാ പ്യാർ. നിന്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം, കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്നേഹ അന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേം ഹസ്താക്ഷർ അവിനാശ്. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ അവിനാശ്. സേവാമേ നാം പത്ത. ഏഴാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് की ചരിത്രഗത് വിശേഷതായൻ തയ്യാർ കരെ. മോഹൻ രാകേഷിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ സ്വഭാവ വിശേഷതകൾ തയ്യാറാക്കുക. ഉത്തരം മോഹൻ രാകേഷ്. മോഹൻ രാകേഷ് ഹിന്ദി കെ മഹാൻ സാഹിത്യകാർ ഹെ. മോഹൻ രാകേഷ് ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരനാണ്. വേ യാത്ര കർനെ കെ ലിയെ ഷൗക്കീൻ ഹെ. അദ്ദേഹം യാത്ര ചെയ്യുന്നതിന് താല്പര്യമുള്ള ആളാണ്. ഷൗക്കീൻ എന്നുള്ള അർത്ഥം താല്പര്യമുള്ള ആൾ. പൂർവ്വ തയ്യാരിക്ക് ബിനാഹി വേ യാത്ര കർത്തേ थे. മുൻ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ തന്നെ അദ്ദേഹം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. സമുദ്രതക്കെ പ്രതി ഉൻകോ ബഡാ ആകർഷൺ ഥാ. സമുദ്രതീരത്തോട് അദ്ദേഹത്തിന് വലിയ അട്രാക്ഷൻ ആയിരുന്നു. വേ സമുദ്രതട്ട് സേ ലംബി യാത്ര കർനാ ചാഹത്തെ ഹി. അദ്ദേഹം സമുദ്രതീരത്തോടെ ദീർഘദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിശേഷതഃ ഭാരത് കെ ദക്ഷിൺ ദിശാമേ യാത്ര करने के लिए उन्हें बड़ा शौक था. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്തു കൂടി യാത്ര ചെയ്യുന്നതിന് അദ്ദേഹത്തിന് വലിയ താല്പര്യം ആയിരുന്നു. उन्होंने यात्रा करने के लिए समय पैसे आदि का परवाह नहीं किया था. അദ്ദേഹം യാത്ര ചെയ്യുന്നതിന് വേണ്ടി സമയമോ പൈസയോ ഇതൊന്നും കാര്യമാക്കിയിരുന്നില്ല. ഉनको अपने दोस्तों को बड़ा विश्वास है. അദ്ദേഹത്തിന് തൻ്റെ കൂട്ടുകാരിൽ വലിയ വിശ്വാസമാണ്. വേ ദോസ്തോ കെ സാത്ത് സമയം ബിത്താന ചാഹത്തെ थे. അദ്ദേഹം കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു.
गरीब लोगों से भी दोस्ती करने के लिए नहीं चूकते थे. ദരിദ്രരായ ആളുകളോട് സൗഹൃദം സ്ഥാപിക്കുന്നതിനും അദ്ദേഹം മടിച്ചിരുന്നില്ല. ഏക് ജഗ് ജായന്തോ വഹാ അധിക് സമയം ബിതാത്തെ थे. ഒരു സ്ഥലത്ത് പോയാൽ അവിടെ കൂടുതൽ സമയം ചെലവിട്ടിരുന്നു. എട്ടാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് കന്യാകുമാരി യാത്ര के लिए रेलवे स्टेशन पहुंचे. मोहन राकेश कन्याकुमारी यात्रा के रेलवे स्टेशन लेते. उन्होंने वहाँ कन्याकुमारी यात्रा संबंधी एक पोस्टर देखा. അവിടെ അദ്ദേഹം കന്യാകുമാരി യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ കണ്ടു. വ പോസ്റ്റർ കൽപ്പന करके तैयार करी. ആ പോസ്റ്റർ സങ്കല്പിച്ച് തയ്യാറാക്കുക. ഉത്തരം, ആയേ ലക്ഷറി കോച്ച് സെ യാത്ര की मजा लें. വന്നാലും ലക്ഷറി കോച്ചിൽ യാത്രയുടെ രസം ആസ്വദിക്കുക. മുംബൈ ഗോവ തിരുവനന്തപുരം സെ ഹോക്കർ കന്യാകുമാരി യാത്ര. മുംബൈ ഗോവ തിരുവനന്തപുരം വഴിയായി കന്യാകുമാരി യാത്ര. അവധി 10 दिन. യാത്രയ്ക്കുള്ളതായ കാലാവധി 10 ദിവസം. കുൽ റുപയെ 10,000 മാത്രം. ആകെ രൂപ 10,000 മാത്രം. ഖാദ്യ ആർ ലോഡ്ജിങ് സഹിതം, അതായത് ഭക്ഷണവും താമസവും സഹിതം. रवानगी सारे दिन सवेरे 8 बजे अमृतसर से. പുറപ്പെടുന്ന സമയം എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അമൃത്സറിൽ നിന്ന്. ഇനി ഇത് തയ്യാറാക്കിയിരിക്കുന്ന ട്രാവൽസിൻ്റെ പേര് ധരംവീർ ട്രാവൽസ് അമൃത്സർ. മൊബൈൽ, നമ്മൾ മൊബൈൽ നമ്പർ കൃത്യമായി നമ്മുടെ ഒന്നും മൊബൈൽ നമ്പർ കൊടുക്കരുത്. പകരം 10 അക്കം വരാവുന്ന രീതിയിൽ 10 പൂജ്യമാണ് കൊടുക്കേണ്ടത്. ഒൻപതാമത്തെ ചോദ്യം, സഹി മിലാൻ കരീം. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഗോവ इसलिए हम जा सकते हैं. मोहन राकेश की बड़ी इच्छा थी. घर से चलते समय निश्चय नहीं था. भोपाल स्टेशन पर मेरा मित्र. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. अविनाश मुझसे मिलने आया था कि वहाँ जीवन बहुत सस्ता है, कि समुद्र तट का सफर करें, कि कब कहाँ कितने दिन रहेगा. ഉത്തരം, ഗോവ इसलिए हम जा सकते हैं कि वहाँ जीवन बहुत सस्ता है. അതായത് ഗോവയിൽ നമ്മൾക്ക് പോകാൻ കഴിയുന്നു, കാരണം അവിടെ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. മോഹൻ രാകേഷ് की बड़ी इच्छा थी कि समुद्र तट का सफर करें. മോഹൻ രാകേഷിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സമുദ്ര തീരത്തുകൂടി യാത്ര ചെയ്യുക എന്നത്. സഫർ, യാത്ര. घर से चलते समय निश्चय नहीं था कि कब कहाँ कितने दिन रहेगा. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായ സമയത്ത് നിശ്ചയമുണ്ടായിരുന്നില്ല എപ്പോൾ, എവിടെ, എത്ര ദിവസം താമസിക്കും. ഭോപ്പാൽ സ്റ്റേഷൻ पर मेरा मित्र अविनाश मुझसे मिलने आया था. ഭോപ്പാൽ സ്റ്റേഷനിൽ എൻ്റെ കൂട്ടുകാരനായ അവിനാഷ് എന്നെ കാണുന്നതിനായി വന്നിരുന്നു. പത്താമത്തെ ചോദ്യം, കോഷ്ടക് से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ घने शहर की छोटी सी. ചോദ്യം, ഗലി में पैदा हुए थे, तंग गली में पैदा हुए थे. ഉത്തരം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഗലി में पैदा हुए थे, തെരുവിൽ ജനിച്ചിരുന്നു, ജീവിച്ചിരുന്നു. पैदा होना ജനിക്കുക, ജീവിക്കുക എന്നൊക്കെ അർത്ഥം. तंग गली में पैदा हुए थे, ഇടുങ്ങിയ തെരുവിൽ ജനിച്ചിരുന്നു. घने शहर की तंग गली में पैदा हुए थे, വളരെ ജനനിബിഡമായ പട്ടണത്തിലെ ഇടുങ്ങിയ തെരുവിൽ ജീവിച്ചിരുന്നു. घने शहर की छोटी सी तंग गली में पैदा हुए थे, വളരെ ജനവാസമുള്ളതായ പട്ടണത്തിലെ ചെറിയ ഇടുങ്ങിയ തെരുവിൽ ജീവിച്ചിരുന്നു. രണ്ടാമത്തെ മോഡൽ, ഗലി में पैदा हुए थे, तंग गली में पैदा हुए थे, छोटी सी तंग गली में पैदा हुए थे, घने शहर की छोटी सी तंग गली में पैदा हुए थे. മൂന്നാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 10 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ബൂഢേ മല്ലാക്ക നാം ക്യാ ഹെ. വൃദ്ധനായ തോണിക്കാരൻ്റെ പേരെന്താണ്? ഉത്തരം, അബ്ദുൽ ജബ്ബാർ. രണ്ടാമത്തെ ചോദ്യം, നിമ്നലിഖിത് ശബ്ദോ സേ സർവനാം ഓർ വിഭക്തി അലഗ് കർക്കെ ലിഖേ. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകളിൽ നിന്ന് സർവനാമവും വിഭക്തിയും വേർതിരിച്ചെഴുതുക. കാ ഉസ്മേ, ഘ മുജ്സെ. ഉത്തരം, കാ വ പ്ലസ് മേ ഉസ്മേ, ഘ മേ പ്ലസ് സെ മുജ്സെ. മൂന്നാമത്തെ ചോദ്യം, നിമ്നലിഖിത് ശബ്ദ ഉചിത് സ്ഥാൻ पर रखकर സഹി വാക്യ ബനായേ. വാക്കുകൾ हो गया, सुनाकर, गजल, खामोश, तीसरी. ഉത്തരം, तीसरी गजल सुनाकर खामोश हो गया. മൂന്നാമത്തെ ഗസൽ കേൾപ്പിച്ച് നിശബ്ദനായി. ഖാമോഷ് ഹോന, നിശബ്ദനാകുക. നാലാമത്തെ ചോദ്യം, നമൂനെ കെ അനുസാർ വാക്യ ബദൽ കർ ലിഖേ.
മോഡൽ അനുസരിച്ച്, മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. ഹം പാഠ് പഠേംഗെ, അതിനെ മാറ്റി എഴുതിയിരിക്കുന്നത് ഹം പാഠ് പഠേം. അതുപോലെ അബ് ഹം ലൗട്ട് ചലേംഗെ എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതണം എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അബ് ഹം ലൗട്ട് ചലേം. അഞ്ചാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് കന്യാകുമാരി യാത്രയ്ക്ക് ലിയേ നിക്കലെ. മോഹൻ രാകേഷ് കന്യാകുമാരി യാത്രയ്ക്കായി പുറപ്പെട്ടു. യാത്രയ്ക്ക് ബീച്ച് മേ മിത്ര അവിനാശ് സെ മില. യാത്രയ്ക്കിടയിൽ കൂട്ടുകാരനായ അവിനാശിനെ കണ്ടു. അവിനാശ് കി ഉസ് ദിൻ കി ഡയറി തയ്യാർ കരെ. അവിനാശിന്റെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയേ ഖുഷി കാ ദിൻ ഹെ. തീയതി ഇന്നെന്നെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാണ്. ആജ് മേരെ ഹാം മോഹൻ രാകേഷ് ജി ആയേ. ഇന്ന് എൻ്റെ അടുക്കൽ മോഹൻ രാകേഷ് സാർ വന്നു. വാസ്തവമേ ഉൻകി യാത്ര കന്യാകുമാരിക്ക് ഓർ ഥി. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര കന്യാകുമാരിയിലേക്കായിരുന്നു. ഭോപ്പാൽ സ്റ്റേഷൻ ആനെ पर मैं उनको जबरदस्ती से भोपाल में एक दिन ठहरने के लिए ले आया. ഭോപ്പാൽ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം ഭോപ്പാലിൽ ഒരു ദിവസം തങ്ങുന്നതിനായി കൊണ്ടുവന്നു. रात को 11 बजे हम भोपाल ताल में नाव की सैर करने के लिए. രാത്രി 11 മണിക്ക് ഭോപ്പാൽ തടാകത്തിൽ കൂടി വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി കൊണ്ടുപോയി. നാവ് കാ മല്ല ബൂഢ അബ്ദുൽ ജബ്ബാർ ഥ. ആ തോണിക്കാരൻ വൃദ്ധനായ അബ്ദുൽ ജബ്ബാർ ആയിരുന്നു. സൈർ കെ ബീച്ച് മേ അബ്ദുൽ ജബ്ബാറിനെ മേരി ഇച്ഛാ സെ ഹമാരെ ലിയേ 3 ഗസൽ ഗായി. ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ അബ്ദുൽ ജബ്ബാർ എൻ്റെ താല്പര്യമനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടി 3 ഗസലുകൾ പാടി. ഹം ഉസ്കെ ഗസൽ ഗായൻ മേ തല്ലീൻ ഹോഗി. ഞങ്ങൾ അയാളുടെ ഗസൽ ഗാനത്തിൽ മുഴുകിയിരുന്നു. മേനെ ഉസ്സെ മിർസ ഗാലിബ് കാ ഏക് ഗസൽ പേഷ് കർനെ കോ കഹ. ഞാൻ അയാളോട് മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ അവതരിപ്പിക്കുന്നതിനായി പറഞ്ഞു. ഗാലിബ് കാ ഏക് ഗസൽ ബി ഉസ്നെ സുരീലി ആവാസ് സെ ഗായ. ഗാലിബിൻ്റെ ഒരു ഗസലും വളരെ മനോഹരമായ, വളരെ നല്ല ഈണത്തിൽ പാടി. ഹം ദോനോ കോ ബഹുത് പസന്ത് ഹുവ. ഞങ്ങൾ 2 പേർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഖൂബ് സർദി ഥേ. വളരെ തണുപ്പായിരുന്നു. അബ്ദുൽ ജബ്ബാറിനെ സിർഫ് ഏക് തഹമ്മത് പെഹനാ ഥ. അബ്ദുൽ ജബ്ബാർ കേവലം ഒരു ലുങ്കി മാത്രമാണ് ധരിച്ചിരുന്നത്. മേനെ അപ്നാ കോട്ട് ഉതാർ കർ ഉസ്കോ ദിയ. ഞാൻ എൻ്റെ കോട്ട് അഴിച്ച് അയാൾക്ക് നൽകി. വ ബഹുത് ഖുശ് ഹുവ. അയാൾ വളരെ സന്തോഷവാനായി. ആറാമത്തെ ചോദ്യം, അവിനാശ് കി ചരിത്രഗത വിശേഷതായും തയ്യാർ കരയും. അവിനാശിൻ്റെ സ്വഭാവ വിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. ഉത്തരം അവിനാശ്. അവിനാശ് ഭോപ്പാൽ സെ നിക്കൽനെ വാലെ ഹിന്ദി ദൈനിക സമ്പാദക് ഹെ. അവിനാശ് ഭോപ്പാലിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതായ ഒരു ഹിന്ദി ദിനപത്രത്തിൻ്റെ എഡിറ്ററാണ്. ദൈനിക് ദിനപത്രം, സമ്പാദക്, എഡിറ്റർ. വേ ഹിന്ദി കെ മഹാൻ സാഹിത്യകാർ മോഹൻ രാകേഷ് കാ ദോസ്ത് ഹെ. അദ്ദേഹം ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ മോഹൻ രാകേഷിൻ്റെ സുഹൃത്താണ്. അവിനാശ് മോഹൻ രാകേഷ് കെ സാത്ത് സമയ ഖർച്ച് കർനെ കെ ലിയേ नहीं चूकते थे. അവിനാശ് മോഹൻ രാകേഷിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ അല്പം പോലും മടിച്ചിരുന്നില്ല. രാത് ഹോ യാ ദിൻ വേ ദോസ്തോ കെ സാത്ത് രഹനാ ചാഹത്തെ थे. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. മോഹൻ രാകേഷ് കെ സാത്ത് വേ ഭോപ്പാൽ ജീൽ മേ സൈർ കർത്തെ ഹെ. മോഹൻ രാകേഷിനോടൊപ്പം ഭോപ്പാൽ തടാകത്തിൽ അദ്ദേഹം ചുറ്റിക്കറങ്ങുന്നു. വേ വാതാവരൺ കെ അനുസാർ ഗാന സുനനെ കെ ലിയേ ഭി ഉത്സുക് ഹെ. അദ്ദേഹം ചുറ്റുപാടുകൾക്കനുസരിച്ച് പാട്ട് കേൾക്കുന്നതിനും വളരെ താല്പര്യമുള്ള ആളാണ്. അവിനാശ് ദൂസരോं पर സഹാനുഭൂതി പ്രകട് करते हैं. അവിനാശ് മറ്റുള്ളവരോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നു. ദൂസരോं को സഹായത करने के लिए वे तत्पर हैं. മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ അദ്ദേഹം തൽപരനാണ്. ഏഴാമത്തെ ചോദ്യം, കിസി ഏക് യാത്ര കെ ബാരെ മേ ലേഖ് തയ്യാർ കരെ. ഏതെങ്കിലും ഒരു യാത്രയെ സംബന്ധിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക. ഉത്തരം ഏക് വിനോദയാത്ര, ഒരു വിനോദയാത്ര. क्रिसमस की छुट्टियों में हम 50 विद्यार्थी 5 अध्यापकों के साथ विनोद यात्रा की. ക്രിസ്മസ് അവധിക്ക് ഞങ്ങൾ 50 വിദ്യാർത്ഥികൾ 5 അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയി. 7:30 ബജെ ഹം തൃപ്പരപ്പ് ജൽപ്രപാത് പറായി. 7:30 മണിക്ക് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ എത്തി. പ്രപാത് വെള്ളച്ചാട്ടം, വാട്ടർഫാൾ. പ്രപാത് के नीचे नहाने के बाद वहाँ से തൊട്ടി പാലം देखने गए. ഈ വാട്ടർഫാളിൻ്റെ അടിയിൽ കുളിച്ചതിന് ശേഷം അവിടെ നിന്ന് തൊട്ടിപ്പാലം കാണുന്നതിനായി പോയി. ഫിർ തക്കലാമേം പത്മനാഭപുരം രാജ്മഹൽ देखने के लिए ആയി. പിന്നീട് തക്കലയിൽ
പത്മനാഭപുരം പാലസ് കാണുന്നതിനായി വന്നു. 2 घंटों तक वहां के दृश्य देखकर मशहूर ശുചീന്ദ്ര മന്ദിറായി. 2 മണിക്കൂറുകളോളം അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഫേമസ് ആയ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വന്നു. വഹാ ദർശൻ കർണേക്ക് ബാദ് വട്ടക്കോട്ട ആയി. അവിടെ ദർശനം നടത്തിയതിനു ശേഷം വട്ടക്കോട്ടയിൽ വന്നു. വഹാസെ ശാം കോ ठीक 5 बजे हम കന്യാകുമാരി പहुंचे. അവിടെ നിന്ന് കൃത്യം 5 മണിക്ക് ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു. सूर्यास्त देखने के बाद उस रात वहाँ के एक होटल में ठहरे. സൂര്യാസ്തമയം കണ്ടതിന് ശേഷം അന്ന് രാത്രി അവിടുത്തെ ഒരു ഹോട്ടലിൽ താമസിച്ചു. സവേരെ 4:30 बजे जाकर नहाकर കന്യാകുമാരി ദേവി കാ ദർശൻ കിയ. രാവിലെ 4:30 മണിക്ക് ഉണർന്ന് കുളിച്ച് കന്യാകുമാരി ദേവിയെ ദർശിച്ചു. ഫിർ സൂര്യോദയ ദേഖ. പിന്നീട് സൂര്യോദയം കണ്ടു. നാസ്ത കെ ബാദ് ഗാന്ധി സ്മാരക് ദേഖ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഗാന്ധി സ്മാരകം കണ്ടു. ഫിർ ഹം വിവേകാനന്ദ ശിലാ പർ ഗേ. പിന്നീട് ഞങ്ങൾ വിവേകാനന്ദ പാറയിൽ പോയി. തിരുവള്ളുവർ കി മൂർത്തി ഭി ദേഖ. തിരുവള്ളുവരുടെ പ്രതിമയും കണ്ടു. ഫിർ വഹാ 2-3 घंटे बीत जाने के बाद वहां से निकले. പിന്നീട് 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. ठीक 7 बजे हम स्कूल वापस आकर अपने माता पिताओं के साथ खुशी से घर पहुंचे. കൃത്യം 7 മണിക്ക് ഞങ്ങൾ സ്കൂളിൽ തിരിച്ചെത്തുകയും ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. 8ാമത്തെ ചോദ്യം, മോഹൻ രാകേഷ് और अविनाश भोपाल ताल में सैर करने के लिए आए. മോഹൻ രാകേഷും അവിനാശും ഭോപ്പാൽ തടാകത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി വന്നു. इसके बारे में मल्ला अब्दुल जब्बार अपने मित्र को पत्र लिखता है. ഇതിനെ സംബന്ധിച്ച് തോണിക്കാരനായ അബ്ദുൽ ജബ്ബാർ തൻ്റെ കൂട്ടുകാരൻ ഒരു കത്ത് എഴുതുന്നു. അബ്ദുൽ ജബ്ബാർ കവാ പത്ര തയ്യാർ കരെ. അബ്ദുൽ ജബ്ബാറിൻ്റെ ആ കത്ത് തയ്യാറാക്കുക. ഉത്തരം ഭോപ്പാൽ. താരീഖ്, പ്രിയ മിത്ര തും കേസെ ഹോ, മേ യഹാ കുശൽ സേ. സ്ഥലം ഭോപ്പാൽ. തീയതി, പ്രിയ കൂട്ടുകാരാ നിനക്ക് സുഖമാണോ? എനിക്കിവിടെ സുഖമാണ്. മേ ഏക് വിശേഷ് ബാത് തുംസെ ബത്താനെ കെ ലിയേ യഹ് പത്ര ലിഖ് രഹാ ഹൂം. ഞാനൊരു പ്രത്യേക കാര്യം നിന്നോട് പറയുന്നതിന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. കൽ മുझे ആനന്ദ് കാ ദിൻ ഥാ. ഇന്നലെ എനിക്ക് വളരെ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു. कल रात को 11 बजे यहाँ के अविनाश जी के साथ हिंदी के महान साहित्यकार मोहन राकेश जी भोपाल ताल की सैर करने के लिए आए. ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടുത്തെ അവിനാഷ് സാറിനോടൊപ്പം ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ മോഹൻ രാകേഷ് സാർ ഭോപ്പാൽ തടാകത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി വന്നു. नाव में सैर करते समय इस सुंदर वातावरण में अविनाश जी की इच्छा के अनुसार मैंने उनके लिए 3 गजल गाई. വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്ന സമയം ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ ഞാൻ അവിനാഷ് സാറിൻ്റെ താല്പര്യമനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി 3 ഗസലുകൾ പാടി. ഇത്തനമേ രാത് ബഹുത് ഹോഗി ഥി. ഇത്രയുമായപ്പോഴേക്കും രാത്രി വളരെ വൈകിയിരുന്നു. ബഡി സർദി ഥി. വളരെ തണുപ്പായിരുന്നു. മേ ഏക് തഹമത് ഹി ലഗായ ഥ. ഞാനൊരു ലുങ്കി മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഇസ്ലേ മേ ജൽദി ഘർ ജാനാ ചാഹ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ലേക്കിൻ അവിനാഷ് ജി നേ മുझे अपना കോട്ട് ഉത്താർ കർ ദിയ. എന്നാൽ അവിനാഷ് സാർ എനിക്ക് അദ്ദേഹത്തിൻ്റെ കോട്ട് അഴിച്ച് തന്നു. അവിനാഷ് ജി കെ നിർദ്ദേശാനുസാർ മേനെ മിർസ ഗാലിബ് കാ ഏക് ഗസൽ ഭി ഗായ. അവിനാഷ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ കൂടി പാടി. യഹ്റാത്ത് മേ ഭൂൽ നഹി സക്ക. ഈ രാത്രി എനിക്ക് മറക്കാൻ സാധിക്കില്ല. തുമാരെ ഘർവാലോं को मेरा नमस्कार, बच्चों को मेरा प्यार. നിന്റെ വീട്ടുകാർക്ക് എൻ്റെ നമസ്കാരം, കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്നേഹാന്വേഷണം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേ ഹസ്താക്ഷർ അബ്ദുൽ ജബ്ബാർ. നിന്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് സിഗ്നേച്ചർ അബ്ദുൽ ജബ്ബാർ. സേവാമേ നാം പത്ത. 9ാമത്തെ ചോദ്യം, സഹി മിലാൻ കരീം. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മല്ലാ കാ ഗസൽ ഗായൻ. മല്ലാ സർദി മേ ഭി തീസരി ഗസൽ സുനാക്കർ അവിനാഷ് ने झट से अपना. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ സിർഫ് ഏക് തഹമദ് ലഗായ था, मल्ला खामोश हो गया, कोट उतार कर मल्ला की तरफ बैठा दिया, शायराना के समान था. उत्तरम मल्ला का गजल गायन शायराना के समान था. ഏത് തോണിക്കാരൻ്റെ ആ ഗസൽ പാടുന്നത് ഒരു കവിയെ പോലെയായിരുന്നു, നല്ലൊരു ഗസൽ ഗായകനെ പോലെയായിരുന്നു. മല്ലാ സർദി മേ ഭി സിർഫ് ഏക് തഹമദ് ലഗായ ഥാ. തോണിക്കാരൻ തണുപ്പ്
സമയത്ത് പോലും ഒരു ലുങ്കി മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. തീസരി ഗസൽ സുനാക്കർ മല്ല ഖാമോഷ് ഹോ ഗയ. മൂന്നാമത്തെ ഗസൽ കേൾപ്പിച്ച് തോണിക്കാരൻ നിശബ്ദനായി. അവിനാഷ് ने झट से अपना कोट उतार कर मल्ला की तरफ बैठा दिया. അവിനാഷ് പെട്ടെന്ന് തന്നെ തൻ്റെ കോട്ട് അഴിച്ച് തോണിക്കാരൻ്റെ നേരെ നീട്ടി. 10ാമത്തെ ചോദ്യം, കോഷ്ടക് से उचित शब्द सही स्थान पर रखकर पिरामिड की पूर्ति करें. ബ്രാക്കറ്റിൽ अब बम्बई की असुविधा नहीं होगी, यात्रा में कोई असुविधा नहीं होगी. ഉത്തരം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്നാമത്തെ മോഡൽ അസുവിധ നഹി ഹോഗി, അസൗകര്യം ഉണ്ടാവുകയില്ല. യാത്രാമേ കോയി അസുവിധ നഹി ഹോഗി, യാത്രയിൽ യാതൊരുവിധ അസൗകര്യങ്ങളും ഉണ്ടാവുകയില്ല. അബ് യാത്രാമേ കോയി അസുവിധ നഹി ഹോഗി, ഇപ്പോൾ യാത്രയിൽ യാതൊരു അസൗകര്യം ഉണ്ടാവുകയില്ല. അബ് ബംബൈക്ക് യാത്രാമേ കോയി അസുവിധ നഹി ഹോഗി, ഇപ്പോൾ ബോംബെയിലെ യാത്രയിൽ യാതൊരു അസൗകര്യം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ മോഡൽ असुविधा नहीं होगी, यात्रा में कोई असुविधा नहीं होगी. बम्बई की यात्रा में कोई असुविधा नहीं होगी. अब बम्बई की यात्रा में कोई असुविधा नहीं होगी. നാലാമത്തെ വർക്ക്ഷീറ്റിൽ ആകെ 9 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഭോപ്പാൽ സ്റ്റേഷൻ पर लेखक का जो मित्र खड़ा था उसका नाम क्या है. ഭോപ്പാൽ സ്റ്റേഷനിൽ വെച്ച് ലേഖകൻ കണ്ടതായ സുഹൃത്തിന്റെ പേര് എന്തായിരുന്നു? उत्तरम अविनाश. രണ്ടാമത്തെ ചോദ്യം, निम्नलिखित शब्दों से सर्वनाम और विभक्ति अलग करके लिखें. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകളിൽ നിന്ന് സർവനാമവും വിഭക്തിയും വേർതിരിച്ചെഴുതുക. ക, ഇൻക, ഘ, കിസ്ക. ഉത്തരം ക എ പ്ലസ് ക ഇൻക, ഘ കോൻ പ്ലസ് ക കിസ്ക. മൂന്നാമത്തെ ചോദ്യം, निम्नलिखित शब्द उचित स्थान पर रखकर सही वाक्य बनाए. താഴെ കൊടുത്തിരിക്കുന്നതായ വാക്കുകൾ ഉചിതമായ സ്ഥാനത്ത് ചേർത്ത് ശരിയായ വാക്യം ഉണ്ടാക്കുക. ഉത്താർക്കർ झट से कोट बढ़ा दिया. ഉത്തരം झट से कोट उतारकर बढ़ा दिया, വേഗം തന്നെ കോട്ട് അഴിച്ച് നീട്ടി. നാലാമത്തെ ചോദ്യം, നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേം. മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. യഹ് അച്ഛി തരഹ പഠേഗ, യഹ് അച്ഛി തരഹ പഠേ. ഇതുപോലെ വഹ് ജൽദി ചലേഗ എന്നുള്ളതിനെ മാറ്റി എഴുതുക. ഉത്തരം വഹ് ജൽദി ചലേ. അഞ്ചാമത്തെ ചോദ്യം, रात को 11 बजे मोहन राकेश और अविनाश भोपाल झील में सैर करने के लिए आए. രാത്രി 11 മണിക്ക് മോഹൻ രാകേഷും അവിനാശും ഭോപ്പാൽ തടാകത്തിൽ കൂടി ചുറ്റിക്കറങ്ങുന്നതിനായി വന്നു. ഉടനെ ബൂഢ മല്ലാഖ് അബ്ദുൽ ജബ്ബാർ की नाव में सैर की. അവർ വൃദ്ധനായ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാറിന്റെ തോണിയിൽ ചുറ്റിക്കറങ്ങി. അബ്ദുൽ ജബ്ബാർ की उस दिन की डायरी तैयार करें. അബ്ദുൽ ജബ്ബാറിന്റെ ആ ദിവസത്തെ ഡയറി തയ്യാറാക്കുക. ഉത്തരം താരീഖ് ആജ് മേരെ ലിയെ അവിസ്മരണീയ ദിൻ ഹെ. തീയതി ഇന്ന് എന്നെ സംബന്ധിച്ച് മറക്കാനാകാത്ത ഒരു ദിവസമാണ്. രാത് കോ 11 ബജെ थे. രാത്രി 11 മണിയായിരുന്നു. മേ നാവ് കോ झील के किनारे बांध रहा था. ഞാൻ വള്ളം തടാകത്തിന്റെ അരികിൽ കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. तब अविनाश जी हिंदी के महान साहित्यकार मोहन राकेश जी के साथ आए. അപ്പോൾ അവിനാഷ് സാർ ഹിന്ദിയിലെ മഹാനായ സാഹിത്യകാരൻ മോഹൻ രാകേഷ് സാറിനോടൊപ്പം വന്നു. अविनाश जी ने मुझसे ताल में नाव की सैर करने के लिए कहा. അവിനാഷ് സാർ എന്നോട് തടാകത്തിൽ വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്നതിനായി പറഞ്ഞു. സൈർ കെ ബീച്ച് में मैंने उनके लिए 3 ഗസൽ ഗായി. ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഞാൻ അവർക്ക് വേണ്ടി 3 ഗസലുകൾ പാടി. വേ മേരെ ഗസൽ ഗായൻ മേ തല്ലീൻ ഹോഗി. അവർ എൻ്റെ ഗസൽ ഗാനത്തിൽ മുഴുകിയിരുന്നു. സമയം ബോധ് ഹോ ഗയാ ഥാ. സമയം വളരെയായിരുന്നു. ഖൂബ് സർദി ഭി ഥി. വളരെ തണുപ്പുണ്ടായിരുന്നു. മേനെ സിർഫ് ഏക് തഹമ്മദ് പേനാ ഥാ. ഞാൻ കേവലം ഒരു ലുങ്കി മാത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഇസ്ലിയെ ലൗട്ട് ജാനെ കി ഇച്ഛ പ്രകടിപ്പിച്ചു की. അതുകൊണ്ട് തിരിച്ചു പോകുന്നതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. ലേക്കിൻ അവിനാഷ് ജി ഉൻകാ കോട്ട് ഉതാർക്കം മുജേ ദിയ. എന്നാൽ അവിനാഷ് സാർ അദ്ദേഹത്തിൻ്റെ കോട്ട് അഴിച്ച് എനിക്ക് തരികയും കുച്ച് സമയക്ക് ബാദ് ലൗട്ട്നേക്ക് ലേക്ക, കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് പറയുകയും ചെയ്തു. അവിനാഷ് ജി കെ ആദേശാനുസാർ മേനെ മിർസ ഗാലിബ് കാ എക് ഗസൽ പേഷ് കിയ. അവിനാഷ് സാറിൻ്റെ നിർദ്ദേശാനുസരണം ഞാൻ മിർസ ഗാലിബിൻ്റെ ഒരു ഗസൽ അവതരിപ്പിച്ചു. ഉൻ ദോനോ കോ ബഹുത് പസന്ദ് ഹുവ. അവർക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടപ്പെട്ടു. ആറാമത്തെ ചോദ്യം, അബ്ദുൽ ജബ്ബാർ യാ ബൂഢ മല്ലാക്കി ചരിത്രഗത വിശേഷതായെ തയ്യാർ കരെ. അബ്ദുൽ ജബ്ബാർ അല്ലെങ്കിൽ വൃദ്ധനായ തോണിക്കാരൻ്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ സ്വഭാവ വിശേഷതകൾ തയ്യാറാക്കുക.
उत्तरम अब्दुल जब्बार या बूढ़ा मल्लाह। उत्तरम अब्दुल जब्बार ഭോപ്പാൽ ജയിൽ കാ ഏക് മല്ലാഹ് ഹെ. അബ്ദുൽ ജബ്ബാർ ഭോപ്പാൽ തടാകത്തിലെ ഒരു തോണിക്കാരനാണ്. വ ഗരീബ് ആദ്മി ഹെ, അയാൾ ദരിദ്രനായ ഒരു വ്യക്തിയാണ്. വ ബൂഢാ ഹെ തോ ഭി പരിശ്രമി ഭി ഹെ, അയാൾ വൃദ്ധനാണെങ്കിലും വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. വ ദേർ രാത് തക് കാം കർനെ കോ തയ്യാർ ഹെ, അയാൾ രാത്രി വളരെ വൈകുവോളം ജോലി ചെയ്യാൻ തയ്യാറാണ്. അപ്നി ഗരീബി മേ ഭി വ ഖുശി, തൻ്റെ ദാരിദ്ര്യത്തിലും അയാൾ വളരെ സന്തോഷവാനാണ്. വ സാദാ ജീവൻ ബിതാനെ കെ ലിയെ ചാഹതാ ഹെ, അയാൾ സാധാരണ ജീവിതം അനുഷ്ഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വ ദൂസരോ സെ വിനമ്രതാ സെ ബർത്താവ് കർത്താ ഹെ, അയാൾ മറ്റുള്ളവരോട് വളരെ എളിമയോടുകൂടി പെരുമാറുന്നു. വിനമ്രതാ സെ ബർത്താവ് കർണ എന്നുള്ളതിൻ്റെ അർത്ഥം എളിമയോടുകൂടി പെരുമാറുക. വ അച്ഛി തര ഗസൽ ഗാത്താ ഹെ, അയാൾ നന്നായി ഗസൽ പാടുന്നു. യ സുന്നെ സെ ഷായറാന ജൈസെ മാലൂം ഹോത്താ ഹെ, ഇത് കേൾക്കുമ്പോൾ ഉറുദു കവിതകൾ പാടുന്ന ഒരാളിനെ പോലെ തോന്നുന്നു. വഹ അപരിചിതോं के सामने ഗസൽ ഗാനെ के लिए नहीं हिचकता है, അയാൾ പരിചയമില്ലാത്തവരുടെ മുൻപിൽ ഗസൽ പാടുന്നതിന് പോലും മടിക്കുന്നില്ല. ഹിചക്ന മടിക്കുക, നഹി ഹിചക്ന മടിക്കാതിരിക്കുക. വ ബഡി സർദി മേ ഭി സിർഫ് ഏക് തഹമത് പെഹനതാ ഹെ, അയാൾ വളരെ തണുപ്പുള്ള സമയത്ത് പോലും കേവലം ഒരു ലുങ്കി മാത്രം ധരിക്കുന്നു. ശരീർ മേ ബനിയാൻ തക് ഭി നഹി, ശരീരത്തിൽ ബനിയൻ പോലും ഇല്ല. അബ്ദുൽ ജബ്ബാർ മിർസ ഗാലിബ് കെ ഗസൽ ഭി തരന്നും കെ സാത്ത് ഗാത്താ ഹെ, അബ്ദുൽ ജബ്ബാർ മിർസ ഗാലിബിന്റെ ഗസലും വളരെ ഈണത്തിൽ പാടുന്നു. ഏഴാമത്തെ ചോദ്യം, കന്യാകുമാരി യാത്ര കെ ബീച്ച് മോഹൻ രാകേഷ് ഭോപ്പാൽ സ്റ്റേഷൻ पर അവിനാഷ് से मिलता है, കന്യാകുമാരി യാത്രക്കിടയിൽ മോഹൻ രാകേഷ് ഭോപ്പാൽ സ്റ്റേഷനിൽ വെച്ച് അവിനാഷിനെ കണ്ടുമുട്ടുന്നു. इन दोनों के बीच होने वाला संभावित वार्तालाप कल्पना करके तैयार करें. उत्तरम मोहन राकेश नमस्ते अविनाश. नमस्कार अविनाश. अविनाश नमस्ते मोहन जी, आप कैसे हैं? नमस्कार मोहन सर, താങ്കൾക്ക് സുഖമാണോ? മോഹൻ രാകേഷ് കുശൽ സേ ഹം, സുഖമായിരിക്കുന്നു. അവിനാഷ് ആപ് കഹാ യാത്ര കർ രഹേ ഹേ, താങ്കൾ എവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു? മോഹൻ രാകേഷ് മുംബൈ और गोवा से होकर कन्याकुमारी की ओर यात्रा कर रहा हूँ. മുംബൈയും ഗോവയും വഴിയായി കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിനാഷ് സൂട്ട് കേസ് ലേക്കർ, സൂട്ട് കേസ് എടുത്തുകൊണ്ട് ആപ്കോ ഏക് ദിൻ യഹാ രഹ്നാ ഹി പടേഗ, താങ്കൾക്ക് ഒരു ദിവസം ഇവിടെ താമസിക്കേണ്ടതായി വരും. മോഹൻ രാകേഷ് ഹസ്കർ, മോഹൻ രാകേഷ് ചിരിച്ചുകൊണ്ട് കോയി ചാര നഹി ഹെ തോ മേ ഏക് ദിൻ യഹാ ഠഹരൂംഗ, മറ്റു മാർഗമൊന്നുമില്ല എങ്കിൽ ഞാൻ ഒരു ദിവസം ഇവിടെ താമസിക്കും. ലേക്കിൻ ഏക് ഷർത്ത് ഹെ, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. അവിനാഷ് ക്യാ ഹെ ജി, എന്താ സർ? മോഹൻ രാകേഷ് മുझे ഭോപ്പാൽ താൽ മേ സൈർ കർനെ കെ ലിയെ ലേ ജാനാ ഹെ, എന്നെ ഭോപ്പാൽ ലേക്കിൽ കൂടി ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടി കൊണ്ടുപോകണം. അവിനാഷ് യഹി ഹേ നാ, ജറൂർ ലേ ജാഊംഗ, ഇത്രയേ ഉള്ളോ? തീർച്ചയായും കൊണ്ടുപോകും. മോഹൻ രാകേഷ് തോ പെഹലെ തുമാരാ ഘർ ചലേ, എങ്കിൽ ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം. അവിനാഷ് ഠീക്ക് ഹെ ജി, ശരി സാർ. എട്ടാമത്തെ ചോദ്യം, സഹി മിലാൻ കരേ. ഇടതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അവിനാഷിനെ ലേഖക് കോ ഏക് രാത്, ലേഖക് और അവിനാഷ് ലേഖക് को इच्छा हुई. വലതുഭാഗത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ कि कुछ देर झील की सैर की जाए, रात को 11 बजे के बाद घूमने निकले, भोपाल रह जाना पड़ा, बिस्तर लपेटकर खिड़की से बाहर फेंक दिया. उत्तरम अविनाश ने लेखक का बिस्तर लपेटकर खिड़की से बाहर फेंक दिया. അവിനാഷ് ലേഖകന്റെ കിടക്ക ചുരുട്ടി ജനാലയിൽ കൂടി വെളിയിലേക്ക് എറിഞ്ഞു. ലേഖക് ഏക് രാത് ഭോപ്പാൽ രഹ ജാനാ പടാ, ലേഖകന് ഒരു രാത്രി ഭോപ്പാലിൽ താമസിക്കേണ്ടതായി വന്നു. ലേഖക് और അവിനാഷ് രാത് കോ 11 ബജെ കെ ബാദ് ഘൂമനെ നിക്കലെ, ലേഖകനും അവിനാശും രാത്രി 11 മണിക്ക് ശേഷം ചുറ്റിക്കറങ്ങുന്നതിനായി പുറപ്പെട്ടു. ലേഖക് को इच्छा हुई कि कुछ देर झील की सैर की जाए, ലേഖകന് ആഗ്രഹം തോന്നി കുറച്ച് സമയം തടാകത്തിൽ കൂടി ചുറ്റിക്കറങ്ങിയേക്കാം. ഒൻപതാമത്തെ ചോദ്യം, കോഷ്ടക് സെ ഉചിത് ശബ്ദ സഹി സ്ഥാൻ पर रखकर पिरामिड की पूर्ति करें, दाढ़ी के नहीं छाती के भी. വാക്യ പിരമിഡിൽ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ സഫേദ് ഹോ ചുക്കേ ഥേ, ബാൽ സഫേദ് ഹോ ചുക്കേ ഥേ. ഉത്തരം നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. സഫേദ് ഹോ ചുക്കേ ഥേ, വെളുത്ത് കഴിഞ്ഞിരുന്നു. ബാൽ സഫേദ് ഹോ ചുക്കേ ഥേ, തലമുടി വെളുത്ത് കഴിഞ്ഞിരുന്നു. ദാഢി കെ ഹി നഹി ബാൽ സഫേദ് ഹോ ചുക്കേ ഥേ, താടിയിലെ മാത്രമല്ല
രോമങ്ങൾ വെളുത്ത് കഴിഞ്ഞിരുന്നത്. ദാടി കെ ഹി നഹി ഛാത്തി കെ ഭി ബാൽ സഫേദ് ഹോ ചുക്കേ थे. താടിയിലെ മാത്രമല്ല നെഞ്ചിലെയും രോമങ്ങൾ വെളുത്തു കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ മോഡൽ സഫേദ് ഹോ ചുക്കേ थे, ബാൽ സഫേദ് ഹോ ചുക്കേ थे, छाती के भी बाल सफ़ेद हो चुके थे. दाढ़ी के ही नहीं छाती के भी बाल सफ़ेद हो चुके थे. ഇത്രയുമാണ് ദിശാഹീൻ ദിശ എന്ന യാത്രാവൃത്ത് അല്ലെങ്കിൽ യാത്രാ വിവരണവുമായി ബന്ധപ്പെട്ടതായ വർക്ക്ഷീറ്റുകൾ. നിങ്ങൾ തീർച്ചയായും ഇത് പരീക്ഷയ്ക്കായി നന്നായി പഠിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹിന്ദി മാസ്റ്റർ ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിരിക്കുന്നതായ മറ്റ് പാഠഭാഗങ്ങളുടെ വർക്ക്ഷീറ്റുകളും നിങ്ങൾ നോക്കുക. പരീക്ഷയ്ക്ക് നന്നായി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ധന്യവാദം.